Hello everyone. Today let us make a salad. Very healthy salad. The main ingredients is beetroot. I am going to make two types, with meat and without meat. That's for vegetarian and non-vegetarian. So let's go to the video. ബീട്രൂട്ടിൻ്റെ മൂട് കണ്ടിട്ട് ഇങ്ങനെ സിൽവർ ഫോയിലിൽ പൊതിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ ബേക്ക് ചെയ്യണം. അപ്പം അത് സോഫ്റ്റ് ആവും. പിന്നെ അത് മുറിച്ചാണ് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രയർ കണ്ടല്ലോ, 16 അത് ഇച്ചിരി കൂടെ എടുത്തേക്കാം. ഇത് മുറിച്ച് വെക്കുവാണെങ്കിൽ ഹാഫ് ആൻ അവർ വേണ്ട. ഇനി മുഴുവനായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെക്കുവാണെങ്കിൽ അരമണിക്കൂർ ഇരുന്നോട്ടെ. നമ്മളത് റോ ആയിട്ട് കഴിക്കുന്നതല്ലേ. 350 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞ് നമ്മൾ സാലഡ് ഉണ്ടാക്കും. എനിവേ ലെറ്റ് us മേക്ക് ബീട്രൂട്ട് സാലഡ്. ബീട്രൂട്ട് സാലഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ അനീമിക് ആയിട്ടുള്ളവർക്ക് നല്ലതാണ്. ബ്ലഡ് കുറവുള്ളവർക്ക് വളരെ ഗുണമുള്ള സാധനമാണ്. ഇത് റോ ആയിട്ടല്ല, ഇത് നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നു. സോ ഞാൻ ഹാഫ് ഒന്നിലോട്ടും ഹാഫ് മറ്റേ കണ്ടെയ്നറിനകത്തോട്ടും ഇടുന്നു. ഇനി ഞാൻ ചേർക്കുന്ന സാധനം സാധാരണ ഞാൻ ചേർക്കാത്തൊരു സാധനമാണ്. ഇതിന് അരുള എന്ന് പറയും. സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇതിൻ്റെ ഗുണഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഗുണമുള്ളൊരു സാധനം. അതും ഹാഫ് ഞാൻ ഇങ്ങോട്ടിട്ടു, ഹാഫ് ഇതിനും ചേർത്തു. ഇനി കുക്കുംബർ ഞാൻ എല്ലാത്തിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കുക്കുംബർ വെയിറ്റ് ലോസിൻ്റെ വളരെ ഉപകാരപ്രദമായ ഒരു വെജിറ്റബിളാണ്. കുറച്ച് കുക്കുംബർ ഇങ്ങോട്ട്, ബാക്കി കുക്കുംബർ ഇങ്ങോട്ട്. ഇനി ഒരു സബോള, അതിൻ്റെ പകുതി ഇവിടെ, പകുതി ഇവിടെ. ഇനി ബെൽ പെപ്പർ ഹാഫ് ഇതിൽ, ഹാഫ് ഇതിൽ. ഇനി ചേർക്കുന്നത് ലെറ്റസ്. സാധാരണ ഞാൻ ലെറ്റസ് ചേർക്കാറില്ല. എല്ലാവരും ചേർക്കുന്ന ഒരു വെജിറ്റബിളാണ് ലെറ്റസ്. സോ ദിസ് ടൈം ഐ ആം ആഡ് സം ലെറ്റസ് ടു. ഐ ആം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ലെറ്റസ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ വെജിറ്റബിളിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും വന്നിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. സോ ഫാർ എല്ലാം സെയിം ആണ്. ഇനി മീറ്റ് കഴിക്കാത്തവർക്ക് വേവിച്ച വെള്ളവും ഉപ്പും ഒഴിച്ച് നന്നായിട്ട് വേവിച്ച ചിക്ക് പീസ്. മീറ്റ് കഴിക്കുന്നവർക്ക് ചിക്കൻ ബ്രസ്റ്റ് സോൾട്ടും ബ്ലാക്ക് പെപ്പറും ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്തത്. കണ്ടല്ലോ, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉള്ള സാലഡ് റെഡി. ഇനി നമ്മൾക്ക് സാലഡ് ഡ്രസ്സിങ് ഉണ്ടാക്കാം. ഹോം മെയ്ഡ് സാലഡ് ഡ്രസ്സിങ്. സാലഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ട്
നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ കഴിവതും കടയിൽ നിന്ന് കിട്ടുന്ന സാലഡ് ഡ്രസ്സിങ് ഉപയോഗിക്കാതിരിക്കുക. ആ സാലഡ് ഡ്രസ്സിങ് ഫാറ്റനിങ് ആണ്. നമുക്ക് വളരെ രുചിപ്രദമായിട്ടും ഹെൽത്തി ആയിട്ടും സാലഡ് ഡ്രസ്സിങ് വീട്ടിലുണ്ടാക്കാം. അതെങ്ങനെയെന്ന് ഇനി നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി ഞാൻ ഒരു നാരങ്ങയുടെ നീര്, അതിൽ ഇച്ചിരി ഗാർലിക് പൗഡർ, പിന്നെ ചേർത്തിരിക്കുന്നത് ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അതായത് സോൾട്ടും ചേർത്തിട്ടുണ്ട്. സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, ഗാർലിക് പൗഡർ, ഒരു നാരങ്ങ നീര്. ഇനി ഇതിലോട്ട് കുറച്ച് ഹോട്ട് സോസ്. ഈ ഹോട്ട് സോസിനും അത്യാവശ്യം പുളിയുണ്ട്. ഇത് എരിവൊട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ലേശം, ഒരു സ്പൂണോളം സോയ് സോസ്, ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ നമ്മുടെ അൺനെസസറി ഫാറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഒലിവ് ഓയിൽ സാലഡിന് ബെസ്റ്റാണ്. നമ്മുടെ സാലഡ് ഡ്രസ്സിങ് റെഡി. പിന്നെ ഒരു കാര്യം സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത്, സാലഡ് ഡ്രസ്സിങ് സാലഡ് കഴിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുക. അതിനു മുമ്പ് നമ്മൾ അത് വെച്ചേക്കുക. ബൗളിൽ കഴിക്കാൻ നേരത്ത് മാത്രം എടുക്കുക. സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചു വെച്ചിരുന്നാൽ സാലഡ് സോഫ്റ്റായി പോകും. അതിൻ്റെ ക്രിസ്പിനെസ്സും ക്രഞ്ചിനെസ്സും എല്ലാം പോകും. അപ്പോൾ ഇവിടെ വിത്ത് മീറ്റ് റെഡി. ഇത് വിത്തൗട്ട് മീറ്റ്. ഇത് നമ്മുടെ ഓർഗാനിക് ഹോം മെയ്ഡ് സാലഡ് ഡ്രസ്സിങ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് ഒരു മീലായിട്ട് തന്നെ ഉപയോഗിക്കാം. കാരണം നമ്മുടെ വിശപ്പ് പോകും. ബീട്രൂട്ടും മീറ്റും വെജിറ്റബിളും എല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് വിശക്കത്തില്ല. ഇതിൽ തന്നെ ചിക്ക് പീസും വെജിറ്റബിളും എല്ലാം കൂടെ ചേരുമ്പോൾ അതും ഒരു മീലായിട്ട് തീരും. താങ്ക് യു.